ഗ്ലോറി ടു ഗാഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. ഇൻ ക്രൈസ്റ്റ് ഗ്ലോറി എന്ന മീഡിയയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ഈ സന്ദേശം കടന്നു വരുന്നുണ്ട്. തിങ്കൾ, ബുധൻ, ശനി രാത്രി 9 മണിക്ക് ഈ ദൈവിക സന്ദേശം നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുവാനിടയായിത്തീരും. അതോടൊപ്പം തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ പലരും വലിയ പ്രോത്സാഹനങ്ങളാണ് ഈ ടെലികാസ്റ്റിലൂടെ എനിക്ക് കൈമാറപ്പെടുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സഹകരണങ്ങൾക്കും ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിശ്ചയമായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക. പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് കാര്യങ്ങൾ ചെയ്യട്ടെ. നമ്മൾ ഓരോ ദൈവ മക്കളും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ പടയാളികളാണ്. ഒരു വിശ്വാസി എപ്പോഴും ക്രിസ്തുവിൻ്റെ പടയാളികളാണ്. എന്നാൽ ആ പടയാളികളെക്കുറിച്ച് ഒരു ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ചിന്ത, 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ലേഖനങ്ങളിൽ വെച്ച് വളരെ ഈടുറ്റതായ ഒരു കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നായിരിക്കുന്ന എഫെസ്യ ലേഖനത്തെക്കുറിച്ച് പൗലോസ് ഭയങ്കര ശക്തമായിട്ടാണ് പ്രതിപാദിക്കപ്പെടുന്നത്. കാരണം ഗലാത്യ ലേഖനത്തിൽ നിന്നും, കൊരിന്ത്യ ലേഖനത്തിൽ നിന്നും, റോമാ ലേഖനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു വെളിപ്പാടാണ് എഫെസ്യ ലേഖനത്തിൽ, കാരാഗ്രഹ ലേഖനമായ എഫെസ്യ ലേഖനത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ക്രിസ്തുവിൻ്റെ പടയാളികൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള ചില കാര്യങ്ങളാണ് അവിടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പറയപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക എന്ന്. ഈ സർവായുധവർഗം ധരിക്കുക എന്ന് പറയുന്നത് 7 പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ചാണ്. നമ്മളെല്ലാ എപ്പിസോഡും വ്യത്യസ്തമായൊരു പ്രോഫറ്റിക്കൽ ദൈവിക സന്ദേശങ്ങളാണ് നമ്മൾ കൈമാറപ്പെടുന്നതെങ്കിൽ ഇന്ന് ഒരു വ്യത്യസ്ത ദൂത് നിങ്ങളിലേക്ക് കൈമാറണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുന്നത്. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ 7 കാര്യങ്ങളെയാണ് സർവായുധ വർഗത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7 എന്നുള്ളത് വേദപുസ്തകത്തിനകത്ത് ഭയങ്കര പ്രാധാന്യം അർഹിക്കപ്പെടുന്നതായ ഒരു സംഖ്യയാണ് 7 എന്ന് പറയുന്നത്. 7 എന്ന സംഖ്യക്കകത്തുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒന്നും അപൂർണതയല്ല, എല്ലാം പൂർണ്ണതയാണ് എന്നുള്ളതാണ് 7 എന്ന സംഖ്യയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 7 പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാടിൻ്റെ പുസ്തകത്തിനകത്ത് 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അങ്ങോട്ടൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ എഫെസ്യ ലേഖനത്തിനകത്ത് ഈ സർവായുധ വർഗത്തിനകത്ത് ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ പദത്തിനകത്ത് 7 പ്രധാന കാര്യങ്ങളാണ് നമുക്ക് ആ സർവായുധ വർഗം ധരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. അതിൽ 1-ാമത്തെ കാര്യമാണ് 13-ാമത്തെ വാക്യം തൊട്ട് ഞാൻ ചേർത്ത് വായിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ ദുർനിവാസത്തിൽ എതിർപ്പാനും സകലവും സമീപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. സകലത്തെയും എതിർക്കുവാൻ, സകലത്തിനോട് ഫൈറ്റ് ചെയ്യുവാൻ ഒരു ദൈവ പൈതലിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സർവായുധ വർഗം. ഇത് നീ ധരിക്കപ്പെടണമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അതിനകത്ത് പറയുന്ന 1-ാമത്തെ കാര്യം 14-ാമത്തെ വാക്യം: നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടുക. നിങ്ങളുടെ അരയ്ക്ക് എന്തുണ്ടായിരിക്കണം? സത്യം. ഈ സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സത്യമാണ്.
കർത്താവിൻ്റെ വചനം സത്യമാണ്. സത്യം നമ്മുടെ ലൈഫിനകത്ത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പിശാചിന്റെ മുമ്പിൽ ലജ്ജിക്കപ്പെട്ടു പോകും. അപ്പോൾ സത്യത്തെ മറയ്ക്കുക, കളവാക്കിക്കളയുക എന്നുള്ളതാണ് സാത്താൻ ഒരുക്കുന്ന ഏറ്റവും വലിയ തന്ത്രം ഒരു ദൈവ പൈതലിന്റെ മുമ്പിൽ. കാരണം നീ ഒരു ആർമിയാണ്, നീ ഒരു പടയാളിയാണ്, നീ കർത്താവിൻ്റെ സൈന്യമാണ്. പക്ഷേ നിന്റെ ജീവിതത്തിനകത്ത് സത്യത്തെ അവിശ്വസ്തത വരുത്തി നിന്നെ പരാജയപ്പെടുത്താനാണ് പിശാച് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് സത്യത്തെ ഉൾക്കൊണ്ടുക, സത്യദൈവത്തെ ആരാധിച്ചു മുമ്പോട്ട് പോകാൻ നിന്റെ ജീവിതത്തിൽ സത്യമെന്ന അരക്കച്ച ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ കാര്യമാണ് സത്യമെന്ന അരക്കച്ച ഉണ്ടാകുക. രണ്ടാമത്തെ കാര്യം എന്ന് പഠിപ്പിക്കുന്നത് ആ 14-ാം വാക്യത്തിൽ പറയുന്നു, നീതി എന്ന കവചം ധരിക്കുക. നീതി എന്ന കവചം. കാരണം ദൈവം നീതിമാനാണ്. നീതിയുള്ള കവചം ധരിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിനകത്ത് ആ നീതിയുള്ള ശൈലിയെ നീതിയോടെ, കാരണം ദൈവം നീതിമാനാണ്, അവൻ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത് നീതി എന്ന കവചത്തെ നീ ധരിക്കണമെന്ന്. കാരണം കർത്താവാണ് ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യുന്നത്? വസിക്കുന്നത്. കർത്താവ് ഹൃദയത്തിൽ വസിക്കുമ്പോൾ ആ ഹൃദയത്തിനകത്ത് നീതി ഇല്ല എങ്കിൽ കർത്താവിന് ഒരിക്കലും അതിനകത്ത് വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ലൈഫിനകത്ത് നീതി എന്ന കവചം, അങ്ങനെയാണ് ആ വാക്യത്തിനകത്ത് വെളിപ്പെടുന്നത്. നമ്മൾ ആരും നീതിമാന്മാരായിട്ട് ജനിച്ചവരല്ല, നമ്മളെല്ലാവരും പാപികളായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ നമ്മൾ ആരായി? ഒരു നീതി ഉള്ളവനായി, ഒരു നീതിമാനായി മാറി. കാരണം ആരെയാ സ്വീകരിച്ച ഉള്ളത്തിലേക്ക്? നീതിമാനായ ഒരു ദൈവത്തെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ആ നീതിയെ നഷ്ടപ്പെടുത്തിക്കാൻ, ഇല്ലാതാക്കുവാനാണ് സാത്താൻ ഏറ്റവും കൂടുതൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടുവരുന്നതും അതിനെക്കുറിച്ച് പ്രയത്നിക്കുകയും ചെയ്യുന്നതായ അനുഭവങ്ങൾ. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയാം, നീതി എന്ന കവച ധരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ തയ്യാറാകട്ടെ എന്ന്. അടുത്തതെന്ന് പറയുന്നത് സമാധാനത്തിനായുള്ള ഒരുക്കം. കാലിന് 15-ാമത്തെ വാക്യം, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളെല്ലാവരും ഒരു യുദ്ധകാലമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെ യുദ്ധകാലമായി? ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ ഇന്ന് ആത്മീയ ഗോളത്തിനകത്ത് ശക്തമായ പ്രതികൂലങ്ങൾ, ശക്തമായ യുദ്ധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വച്ചിരുന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത്, ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ഓർത്തുകൊള്ളുക, ഇന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിബന്ധതകളാണ് ഇന്ന് ആത്മീയ ഗോളത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത്. ഈ യുദ്ധക്കളത്തിനകത്ത് നിൽക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? വ്യക്തമായിരിക്കുന്ന സമാധാന സുവിശേഷം എന്ന ചെരുപ്പ് നിന്റെ കാലിന്മേൽ ഉണ്ടായിരിക്കണം. അതെന്താ അങ്ങനെ ഒരു വെളിപ്പാട് പൗലോസ് പറഞ്ഞത്? നമുക്കറിയാം, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഒരു ബൂട്ട് ധരിക്കപ്പെട്ടിരിക്കും. ബൂട്ടില്ലാതെ അവരൊരിക്കലും യുദ്ധക്കളത്തിൽ ഉണ്ടാകത്തില്ല. യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുവൻ എന്ത് ചെയ്ത ആ ബൂട്ട് ഊരി നടന്നാൽ
അവൻ യുദ്ധത്തിന് വേണ്ടി നിന്നാൽ അവൻ പരാജയപ്പെടും. കാര്യം, നിന്റെ കാൽപാദങ്ങൾക്ക് ഉറപ്പും ഭദ്രതയും തരാൻ വേണ്ടിയിട്ടാണ് ഒരു ആർമിക്കാരൻ ആ ബൂട്ട് ധരിക്കപ്പെടുന്നത്. അവൻ്റെ മുമ്പോട്ടുള്ള ഗമനങ്ങളിൽ, മുമ്പോട്ടുള്ള സ്റ്റെപ്പുകളിൽ, മുമ്പോട്ടുള്ള ആർജവങ്ങൾക്ക് പാളം തെറ്റാതിരിക്കാൻ, അവന് ഉറപ്പിക്കാനാണ് ഈ ഷൂ ധരിക്കുന്നത്. ഇതേപോലെയാണ് ആത്മീയ ഗോളത്തിൻ്റെ യുദ്ധത്തിലായിരിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഈ ഷൂ, സമാധാന സുവിശേഷം എന്ന ഷൂ അല്ലെങ്കിൽ ബൂട്ട്, ചെരുപ്പ് നീ പലപ്പോഴും അഴിച്ചു കളഞ്ഞ് നിന്റെ ഇഷ്ടത്തിലേക്ക് തന്നെ നീ നടന്നു കയറുമ്പോൾ ഓർത്തുകൊള്ളുക, അത് നിനക്ക് പരാജയപ്പെട്ടു പോകാനിടയായിത്തീരും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമായി പറയുന്നത്, ആ ചെരുപ്പ് ഊരിക്കളയാതെ നീ അതിനെ ധരിച്ച് മുറുക്കി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ നിന്റെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുവാൻ ഇടവരുമെന്ന് കാണുവാൻ കഴിയുന്നത്. 4-ാമത്തെ പദം എന്ന് പറയുന്നത് 16-ാമത്തെ വാക്യം, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പി. അടുത്തതായി പറയുന്ന ഒരു വിഷയം, വിശ്വാസം എന്ന പരിച എടുക്കുക. വിശ്വാസം എന്ന പരിച എടുക്കുക. ഈ പരിച എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്നവൻ്റെ ഇടം കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നതാണ് ഈ പരിച. യുദ്ധക്കളത്തിൽ വരുന്ന തീയമ്പുകളെ, വരുന്ന പ്രശ്നങ്ങളെ, വരുന്ന പ്രതിബദ്ധതകളെ മുഴുവനും ഈ ഇടം കൈ കൊണ്ടാണ് തടുക്കപ്പെടുന്നത്. അത് ഈ ആത്മീയ ഗോളത്തിനകത്ത് എന്താ വേണ്ടത്? വിശ്വാസം എന്ന പരിച നിന്റെ ലൈഫിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് നീ പ്രശ്നങ്ങളെ ഫേസ് ചെയ്താൽ, വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് ചിലതിനെ തടുക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ കർത്താവ് ചെയ്തെടുക്കുമെന്നുള്ളതാണ് അവിടെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഗോലിയാത്തിനെ കുറിച്ചറിയാല്ലേ? ഗോലിയാത്ത് എന്ത് ചെയ്യുന്നു? മുമ്പ് യുദ്ധക്കളത്തിൽ നേരിട്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ മുമ്പിൽ പരിചാരകൻ എന്ത് ചെയ്യുന്നു? പരിചയായിട്ടാ നിൽക്കുന്നത്. എന്നാൽ ദാവീദിന്റെ ഒരു കല്ല് വന്നപ്പോൾ പരിചാരകർക്ക് അതിനെ തടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ? ഗോലിയാത്തല്ല ആ പരിച പിടിച്ചിരിക്കുന്ന മറ്റുള്ളവരാ, ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരാ. അവരെ ഓവർകം ചെയ്തുകൊണ്ടാണ് ആ കല്ല് ചെന്ന് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിഞ്ഞ് നിലംപരിചയാകുന്നത്. പ്രിയപ്പെട്ടവരെ, നിന്റെ വിശ്വാസം മറ്റുള്ളവരുടെ കൈക്കകത്തിരുന്നാൽ, ആ പരിച ഇരുന്നാൽ നിനക്ക് വിജയം ഉണ്ടാകത്തില്ല. ആ പരിച ദുഷ്ടനയക്കുന്ന തീയമ്പുകളെ തടുക്കാൻ ആ പരിച നിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കട്ടെ. ആ പരിചയാണ് നിന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളെ നിനക്ക് ജയിക്കുവാൻ കഴിയുന്നത്. ആമേൻ. അടുത്ത തലം, ഈ സർവായുധ വർഗത്തിൻ്റെ അടുത്ത തലം എന്ന് പറയുന്നത് രക്ഷ എന്ന ശിരസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു ശിരസ്ത്രമാണ് രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ ആരുടെ മനസ്സിലായിരിക്കണം? നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സായിരിക്കണം, ക്രിസ്തുവിൻ്റെ മനസ്സലവുള്ളവരായിരിക്കണം. ഞാൻ ആ ഭാഗങ്ങളിൽ നിന്ന് പോകട്ടെ. അടുത്തത് വായിക്കുന്നു 17-ാമത്തെ വാക്യത്തിൽ, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. അപ്പോൾ 6-ാമത്തത് പറയുന്നത്, നിന്റെ വലം കൈക്കകത്ത് വചനം എന്ന വാളുണ്ടായിരിക്കണം. ഒരു പടയാളിയുടെ ഇടം കൈയിൽ വിശ്വാസം എന്ന പരിചയം, വലം കൈക്കകത്ത് വചനം എന്ന വാളും നിന്റെ കൈക്കകത്തുണ്ടായിരിക്കണം. വചനം ദൈവമാണ്. നീ രോഗിയാണോ? വചനം പറഞ്ഞ് സൗഖ്യം പ്രാപിക്കുക. നിനക്ക് അനുഗ്രഹം വേണോ? വചനം പറയുക. ആ വചനമാണ് നിന്നെ ലക്ഷ്യത്തിലേക്ക്, ജീവിതത്തിൻ്റെ എല്ലാ
തുറവികളിൽ നിന്നെ ജയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഇടവരുത്തുന്നത് ഈ വചനമാണ്. ഈ വചനത്തിൽ നീ ശക്തിപ്പെടാൻ തയ്യാറാണോ? വചനം കൊണ്ട് നീ പറ. വചനം നിന്റെ വീട്ടിൽ ഡിക്ലെയർ ചെയ്യ്. വചനം നീ വിളിച്ചു പറ. വചനം നിന്റെ ലൈഫിൽ കൊണ്ടുപോവാ. വചനമെന്ന വാളുകൊണ്ട് പൈശാചിക മണ്ഡലങ്ങളെ വിട്ട് നിനക്ക് തോൽവിയല്ല, നിനക്ക് വിജയമാണ് വെളിപ്പെട്ടു വരുവാനിടയായിത്തീരുന്നത്. അടുത്ത 7ാമത്തെ കാര്യം പറയുന്നത് 18ാം വാക്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവി പ്രാർത്ഥിച്ചും ജാഗരിക്കുക. അടുത്ത പറയുന്നൊരു കാര്യം പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക എന്നുള്ളതാണ്. ക്രിസ്തീയ പടയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രാർത്ഥന. പ്രാർത്ഥന ലൈഫ് നിനക്കുണ്ടോ, നീ എവിടെയും പരാജയപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥന ലൈഫിലേക്ക് നിനക്ക് മുന്നേറാൻ കഴിയുന്നുണ്ടോ, നീ ഒരിക്കലും തോറ്റു പോകത്തില്ല. ഈ 7 മേഖലകളെ നീ ധരിക്കാൻ കഴിഞ്ഞാൽ, ആ ധരിക്കുന്നത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെയാണ്. ഇതുകൊണ്ട് മുമ്പിലേക്ക് ഒരു വിധത്തിലും മുമ്പിൽ നിന്ന് വരുന്ന ഫൈറ്റുകളെ തകർത്ത് കളയാൻ, നിന്നെ പൊളിച്ചു കളയാൻ, നിന്നെ ഇല്ലാതാക്കാൻ പിശാചിന് കഴിയത്തില്ല. കാരണം നീ ജയിച്ചു തന്നെ മുമ്പോട്ട് പോകത്തുള്ളൂ. കാരണം ഒരു പടയാളിക്ക് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനുകളും എല്ലാ കവറേജുകളും നിന്റെ ശരീരത്തിൻ്റെ മേൽ, ക്രിസ്തീയ ആത്മീയ മനുഷ്യന്റെ മേൽ ദൈവം ഇത് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സർവായുധ വർഗം ധരിക്കാൻ നിന്റെ ഹൃദയത്തിൽ കൊടുക്കാമോ? പ്രാർത്ഥനയിൽ വിട്ടിരിക്കാമോ? ആത്മാവി ജാഗരിക്കാമോ? നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു നല്ല പടയാളിയായി, നല്ല ഒരു പോരാളിയായി കർത്താവ് നിന്നെ മാറ്റുവാനിടയായി തീരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുറകിൽ നിന്ന് നിനക്ക് കുത്തലുകൾ വരും. പുറകിൽ നിന്ന് നിന്നെ പരാജയപ്പെടുത്തുന്ന വിഷയങ്ങൾ വരും. പുറകിൽ നിന്നെ അറ്റാക്ക് ചെയ്യുന്ന സംഭവങ്ങൾ വരും. പക്ഷെ ആ പുറകിൽ നിന്ന് വരുന്ന അറ്റാക്കുകൾ ദൈവം കാണാതിരിക്കുന്നില്ല. ദൈവം അത് കാണുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവം അത് കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ആ അറ്റാക്കുകൾ നിന്നെ ഒരിക്കലും താഴേക്ക് തള്ളിയിടുകയില്ല. ചില പ്രശ്നങ്ങൾ വരുമ്പോഴാ അപ്പാ അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധി പോയിരുന്ന് കരയുന്നത്, ദൈവസന്നിധി പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവുമായിട്ടിരുന്ന് സംസാരിക്കുന്നത്. നിന്നെ ക്രിസ്തുവിലേക്ക് നിന്നെ വളർത്തുക അത് ചെയ്യുന്നത്. പുറവിൽ നിന്ന് തള്ളലുകൾ ഉണ്ടാകും, പക്ഷെ നീ പുറകോട്ട് പോകത്തില്ല, നീ മുമ്പോട്ട് തന്നെ പോകത്തുള്ളൂ. ക്രിസ്തുവിലേക്ക് നീ ചേർന്നാ വരുന്നത്, ക്രിസ്തുവിൽ നീ ശക്തിപ്പെട്ടാ വരുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുക. കർത്താവേ, ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? കവചം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? വാള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഷൂ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ് നീ ധരിക്കാതെ നിൽക്കുന്നുണ്ടോ? ആമേ, കവച ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണോ നീ പോകുന്നത്? ഏതെങ്കിലും തലത്തിലുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ നിനക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ ഈ ദൈവശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ക്രിസ്തുവിൽ ആ സർവായുധ വർഗം ധരിക്കുക. കർത്താവെ, ഞങ്ങൾ ഈ പ്രിയപ്പെട്ട ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളുടെ മേലെല്ലാം ഈ രക്ഷ എന്ന കവചം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ശിരസ്ത്രം, ആമേൻ, ആമേൻ, ആ പരിച, ആ വചനം എന്ന വാള്, ഇതെല്ലാം ധരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ശക്തരാക്കണമേ. പ്രാർത്ഥനയിൽ ശക്തരാക്കണമേ. ആത്മീയ ഗോളത്തിനകത്ത് ക്രിസ്തുവിലെ നല്ല പടയാളികളായി മാറാൻ ദൈവം ഇവരെ സഹായിക്കണമേ. ശക്തീകരിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ ബ്ലസ് ചെയ്യുന്നു. അത്ഭുതങ്ങളിലേക്ക് കർത്താവ് നയിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കും. നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ.